അപ്പോൾ ട്രാവൽ ആൻഡ് ഫുഡ് സ്റ്റോറിയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ വിചാരിക്കേണ്ടത് ഞാൻ തന്നെത്താനാണ് ഇന്ന് ചെയ്യണേന്നല്ലേ? ഓഫിയല്ലേ പ്ലീസ്, ഞാൻ തന്നെയല്ല കേട്ടോ. അവളൊരു പ്രിപ്പറേഷനിലാണ്. ആക്ച്വലി പ്രിപ്പറേഷനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം വേസ്റ്റുകളാണ്. അതെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ കുറേ പേര് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ലോക്ക്ഡൗണിന് ശേഷം പച്ചക്കറികൾ, കാര്യങ്ങൾ, അതുപോലെ തന്നെ ചെടികൾ എല്ലാം വളരെയധികം നല്ല രീതിയിൽ ശുശ്രൂഷിക്കുന്ന കാര്യങ്ങളൊക്കെ കാണും. ശുശ്രൂഷിക്കണ മാത്രമല്ല, നട്ട് വളർത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു നമ്മൾ വീട്ടില് വരുന്ന വേസ്റ്റുകൾ അതെങ്ങനെ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ ഇതിനൊക്കെ നമ്മൾ വളമായിട്ട് യൂസ് ചെയ്യാമെന്നുള്ളതാണ് അവളിന്ന് കാണിക്കാൻ പോണത്. അല്ലേ? വേസ്റ്റുകളല്ല, അതിന് എല്ലാ വേസ്റ്റും ഇടാൻ പറ്റില്ല. ഈ ഒരു വളത്തിന് പർട്ടിക്കുലർ സാധനം ഉണ്ട്, പക്ഷെ അത് നമ്മൾ വലിച്ചെറിയുന്ന സാധനമാണ്. അത് ഭയങ്കര എഫക്റ്റീവ്. ഞാനിവിടെ കുറേ വർഷങ്ങളായിട്ട് എല്ലാ ചെടികൾക്കും ഉപയോഗിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് 100% റിസൾട്ട് ഉള്ളത് കൊണ്ട് കാണിക്കുന്നതാട്ടോ ഇത്. അപ്പോൾ ഈ വളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ 2 രീതി കാണിച്ചു തരാം. ഞാൻ ചെയ്യണ 2 രീതികൾ കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ ചെയ്താലാണ് നല്ല എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടത് പഴത്തൊലി വേണം. അപ്പം ഞാൻ 2 രീതി കാണിക്കുന്നതുകൊണ്ട് 2 പഴത്തൊലി ഇട്ടിട്ടുണ്ട്. പിന്നെ മുട്ടത്തോട് ഒരു 4-6 മുട്ടത്തോട് എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ചായ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വേസ്റ്റ്. ഇതിൻ്റെ പേരാണെന്ന് വെച്ചാൽ മട്ടെന്ന് പറയും, ചായ ചണ്ടീന്നോ എന്താണ്ടൊക്കെ പറയും ഇതിന്. അപ്പം ചായയുടെ മട്ട് അതും എടുത്തിട്ടുണ്ട്, തൈരും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് എൻ്റെ സ്ഥിരം ചെയ്യണ ഒരു ബോക്സ് ആട്ടോ ഇത്. ഇതൊരു 2 ലിറ്ററിൻ്റെ ഐസ്ക്രീം ബോക്സിലാണ് ഞാൻ എപ്പോഴും ചെയ്യണത്. അപ്പോൾ അത് അടുക്കളയിൽ ഞാൻ വെച്ചേക്കും. എന്നിട്ട് അതിലോട്ടാണ് നമ്മൾ ഓരോ ദിവസം ചെയ്യണത്. അങ്ങ് ഇട്ടിട്ടങ്ങ് വെക്കുക ചെയ്യണത്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ചെയ്യാൻ പോണത്, ഞാൻ ചെയ്യണ മെയിൻ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ മുട്ടത്തോടില്ലേ, 2 മുട്ടത്തോട് ഞാൻ അങ്ങ് ക്രഷ് ചെയ്യും. കൈ കൊണ്ട് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് അങ്ങിടും. പിന്നെ നമ്മുടെ പഴത്തൊലി ചില സമയത്ത് എനിക്ക് സമയം കിട്ടിയില്ലെങ്കിൽ ഞാൻ പിച്ച് ചീന്തിയൊക്കെ ഇടും. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കുന്നതുകൊണ്ട് നല്ല വൃത്തിയായിട്ടുള്ളതാണ്. ഇതിങ്ങനെ കണ്ടിച്ച് കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കി ഇട്ടാൽ മതി. ഇതൊരു മെത്തേഡാണ് ഞാൻ കാണിക്കണം. വേറെ മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഇതിന്ന് ഇതിപ്പോ ഒരു 4 ചായ ഉണ്ടാക്കിയതാ. 4 ചായ. അപ്പൊ 2 ചായയുടെ 4 അല്ല 6 ചായ. ഇതിപ്പോ 3 ചായയുടെ മട്ട അതിലോട്ട് ഇട്ടു. എന്നിട്ട് അതിലോട്ട് വെള്ളം ഒഴിച്ചു. വെള്ളം ഫുള്ള് ഒഴിക്കാം. ഞാൻ ഫുള്ള് ഒഴിച്ച് കാണിക്കണോ? വെള്ളം ഫുള്ള് ഒഴിക്കും. ഞാനിപ്പോ ഇത്രയും വെള്ളം എടുത്തോണ്ട് വന്നിട്ടുള്ളതുകൊണ്ട് കാണിച്ചെന്നുള്ളൂ. ഇതെന്നാന്ന് വെച്ചാൽ തൈര് നമ്മൾ ഇതിലൊരു 3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ അങ്ങോട്ട് ഇടുക. 3 ടീസ്പൂൺ വേണ്ട, 1.5 ടീസ്പൂൺ മതി. അത് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഈ തൈര് ഇടണ എന്തിനാന്ന് വെച്ചാൽ ഡീകമ്പോസ് ചെയ്യാനായിട്ട്, നന്നായിട്ട് ഡീകമ്പോസ് ചെയ്യാനാണ്. ഞാൻ അതങ്ങ് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇളക്കിയിട്ട് മൂടി വെക്കണം. മൂടി വെച്ച് അതവിടെ വെച്ചു. മൂടി വെച്ച് ഒരു ദിവസം, ഒരു ഫുൾ ഡേ ഇതിവിടെ ഇങ്ങനെ തന്നെ ഇരിക്കണം. അനക്കാണ്ട് വെച്ചേക്കാം. നിങ്ങൾക്ക് ഒരു നെക്സ്റ്റ് ഡേയിൽ വേറെ വേസ്റ്റ് വരുവാണെങ്കിൽ അതിലോട്ട് കൊണ്ട് ഇടാം. അപ്പൊ ഞാൻ എന്റെ സാധനം ഞാൻ 2 ദിവസമായിട്ട് വെച്ചേക്കണ സാധനം ഇപ്പൊ കാണിച്ചു തരാം എങ്ങനെ ഇരിക്കണേന്നുള്ളത്. അത് വേസ്റ്റ് അല്ല, അതെന്റെ ഉള്ളിക്കൃഷിയാ. ഉള്ളിക്കൃഷി, പയർ കൃഷിയുടെ അകത്ത് വേസ്റ്റ് ഇട്ടേക്കണം. ഓക്കെ, നമുക്ക് ഇതിലേക്ക് പോകാം. നോക്കട്ടെ ഇത്. അപ്പം ഇത് ഞാൻ 2 ദിവസമായിട്ട് ഇട്ട് വെച്ചേക്കണ സംഭവമാണ്. ഇന്നലെ ഞാൻ അറിയാണ്ട് ഒരു ഉള്ളിയുടെ വേസ്റ്റ് ഒന്ന് ഇട്ട് പോയി ഇതിലോട്ട്. അപ്പോൾ ഉള്ളി ഇടണമെങ്കിൽ ഇടാം, അതൊക്കെ നല്ലതാണ്. പക്ഷെ ഇതറിയാണ്ട് ഞാൻ നിങ്ങളെ കാണിക്കണല്ലോ ഒന്നും കാര്യം ഓർത്തില്ല, അങ്ങ് ഇട്ടുപോയി. അപ്പം അതിങ്ങനെ ഇരിക്കും. 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് പുളിച്ചിട്ട് അതിങ്ങനെ ഇരിക്കും. കണ്ടോ? ഇതാണ് 2 ദിവസം. ഇത് മിനിഞ്ഞാന്ന് ഇട്ടതാ. ഇത് ഇന്നലെ ഇട്ടത്. അതിന്റെ കളർ കാണുമ്പോ അറിയാം. കണ്ടോ? ഇട്ടത്. പിന്നെ മുട്ടത്തൊണ്ടൊക്കെ അടിയിലുണ്ട്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയണത് മിക്സി വേണം. ഇത് നമ്മൾ അധികം വിട്ട് വെക്കണ്ട. ഇതിന്റെ പ്രത്യേകത എന്നാന്നറിയോ? ഇത് ഒത്തിരി ഒരു ദിവസവും നമുക്ക് ഇട്ട് വെക്കണ്ട, അപ്പൊ തന്നെ എങ്ങും ചെയ്യാം. ഇത് ഇങ്ങനെ ഇട്ടു കണ്ടിച്ചിടുക. ഇനി കണ്ടിച്ചിടാൻ മടിയുള്ളവർക്ക് പിച്ച് ചീന്തി വേണമെങ്കിലും ഇടാം.
ഇങ്ങനെ കണ്ടിച്ചിടുക. എന്തായാലും മിക്സിയിലേക്കല്ലേ പോണം. ആ അതെ. ഇതൊരു 4 മുട്ടത്തൊണ്ട് ഉണ്ട്. ഞാൻ ഉള്ളതും ഇടുന്നതാട്ടോ. നിങ്ങൾക്ക് ഒരു പഴത്തൊലിക്ക് 2 മുട്ടത്തോട് 2 ഗ്ലാസ് ചായയുടെ മട്ടെന്നുള്ള രീതിയിൽ ഇടാം. ഓക്കെ, ഞാനിതെല്ലാം ഇടുക. ഇട്ട് ഇത് തൈര് ഉണ്ടെങ്കിൽ ഇടാം. ഇതൊക്കെ തൈര് ഓപ്ഷണലാണ്. ഡീകമ്പോസിഷനെ പെട്ടെന്ന് സഹായിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ ഇടണമെന്നേ ഉള്ളൂ. ഇത് ഓപ്ഷണലാട്ടോ. ഇതിട്ടു. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഈ മുട്ട കഴിക്കാത്ത ആൾക്കാരുണ്ടാവും, അവരുടെ മുട്ട ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അങ്ങനെ അതിന് പകരം വെള്ളം വെക്കാൻ വല്ലാണ്ട ആ ഐഡിയകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. 2-3 സാധനങ്ങളുണ്ട് ചെടി നന്നായിട്ട് വളരാനായിട്ട്. ഇത് ഭയങ്കര പെട്ടെന്ന് വരും. നിങ്ങൾ പ്രതീക്ഷിച്ചെടി പൂച്ചെടികൾക്കും വലിയ മരങ്ങൾക്കല്ല ഞാനിത് ഉദ്ദേശിക്കണേ. പൂച്ചെടികൾക്കും ചെറിയ വെജിറ്റബിൾസിനൊക്കെ ഇല്ല, വെജിറ്റബിൾ അതായത് പയറ്, വഴുതന, അതിനൊക്കെ ഭയങ്കര എഫക്റ്റീവാണ്. ഈ ചെടികളിൽ പൂക്കളുണ്ടായില്ലെങ്കിൽ ഇത് ട്രൈ ചെയ്ത് ഉറപ്പായിട്ടും പൂക്കൾ വരും. ഭ്രാന്ത് പിടിച്ചോണം വരും പൂക്കള്. അപ്പോൾ പിന്നെ ഉള്ളതെന്ന് ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ മീനിന്റെ വേസ്റ്റ് ഒക്കെ അതിലിടും. മീറ്റ് കഴുകിയ വെള്ളം, ഇറച്ചിയൊക്കെ കഴുകിയ വെള്ളം, ഇതൊക്കെ ഭയങ്കര ഏത് ചെടികൾക്കും ഇതൊക്കെ നല്ലതാണ്. അപ്പോൾ മുട്ട കഴിക്കാത്തവരുണ്ടെങ്കിൽ ഈ ഉള്ളിയുടെ വേസ്റ്റ് ഒക്കെ ഇട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, അങ്ങനെയും ചെയ്യാം. ഈ വേസ്റ്റുകളൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ഇതിന് ഭയങ്കര നല്ല ഫലം ഉള്ളത് കൊണ്ടാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിത് മിക്സിയിൽ അടിച്ചിട്ട് വരാം, എന്നിട്ട് കാണിച്ചു തരാം. അപ്പം ഞാനത് അരച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട്, ഒത്തിരി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് അരയില്ല കേട്ടോ. ചെറുതായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് അരച്ചോണ്ട് വന്നത് ഇങ്ങനെ ഇരിക്കും, ഈ പേസ്റ്റ് പരുവത്തിൽ. ഇത് അപ്പം തന്നെ ഉപയോഗിക്കാം, നമ്മൾക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. മറ്റേതിന് 2 ദിവസം വെയിറ്റ് ചെയ്യണം. എനിക്കാണെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ആ മെത്തേഡിലാട്ടോ ചെയ്യണത്. അപ്പോൾ ഇത് സമയമുള്ളവർക്ക് ഇത് ചെയ്താൽ പെട്ടെന്ന് തന്നെ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് ആ ചെടികൾക്ക് ഒഴിക്കണേന്നുള്ളത് കാണിച്ചു തരാം. ഈ ചെടിയുടെ താഴത്തെ ഈ മുട്ടത്തോടും കാര്യങ്ങളൊക്കെ ഇട്ടേക്കണ കണ്ട് ആൾക്കാരെന്നെ വിചാരിക്കണേന്നറിയാം, ഒരു വക കൂടോത്രം ചെയ്യണ ഞാനുള്ളൊരു വക കൂടോത്രം ഞാൻ ഇറക്കി കണ്ടപ്പോൾ ഇവിടെ എന്നെ കണ്ട് എനിക്ക് വേണ്ടിയിട്ട് കൂടോത്രം ചെയ്ത് വെച്ചേക്കണമെന്ന് ഓർത്തുപോയി. എല്ലാ ചെടികളുടെ ചോട്ടിലും മുട്ടത്തോടാ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ എന്തെങ്കിലും മണ്ണ് കുറഞ്ഞ സാധനം എന്തെങ്കിലും എടുത്തിട്ട് അതിന്റെ ചോട്ടിലോട്ട് ജസ്റ്റ് ഒന്ന് ചോട് മാന്തി കൊടുക്കുക. വേറെ ഒത്തിരി ഇളക്കരുത്. ഒന്ന് ജസ്റ്റ് ഇതിന്റെ ചോട്ടിലോട്ട് 2-3 സ്ഥലത്ത് ഇങ്ങനെ ഒരു ചെറിയ ഓട്ട, മണ്ണിലോട്ട് ഇറങ്ങാൻ വേണ്ടിട്ട് ഇങ്ങനെ ഓട്ട ഇട്ട് കൊടുത്തിട്ട്, കാണണ്ട ഓട്ട ഇടുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഇട്ടിട്ട് ഇതങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചാ മതി. മണ്ണിട്ടങ്ങ് അടച്ചാൽ മതി. ഞാൻ ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. വെറുതെ ഒഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ? വെറുതെ ഒഴിച്ചാലും ഒരു കുഴപ്പമില്ല. ഞാൻ സത്യം പറഞ്ഞ ഞാൻ വെറുതെ ഒഴിക്കാറ്. ഇത് എഫക്റ്റീവ് ആണെന്നുള്ളത് കൊണ്ട് ഞാനിത് സ്ഥിരം ഒഴിക്കണോണ്ടേ ഇത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒഴിച്ചാൽ മതി. അപ്പം ഞാനിതിപ്പോ എല്ലാ 1-2 ദിവസങ്ങളിൽ ഒഴിക്കണോണ്ട് ഞാനങ്ങ് ഒഴിച്ചു കൊടുക്കുള്ളൂ. കുഴിയൊന്നും മാന്താൻ ഞാൻ നിൽക്കാറില്ല. ഇത് ഞാൻ ചെടിക്ക് എങ്ങനെ ഒഴിക്കണേന്ന് കാണിച്ചു തരാം. ചെടികൾക്ക് ഒഴിക്കണേ എങ്ങനെയാണ് എന്റെ അമ്മ. എക്സസൈസ് ആവശ്യം, കാലൊക്കെ വേദന എടുക്കാം കുഞ്ഞിരിക്കുന്നു. അപ്പം ചെടികൾക്ക് എല്ലാ തരം ചെടികൾക്കും ഇത് ഉപയോഗിക്കാം. പൂക്കാത്ത ചെടികൾ പൂക്കും, ഉറപ്പായിട്ടും പൂക്കും ഇത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതാണ് അവളുടെ ചെടികള് കാര്യങ്ങള്. ഇതിനകത്തൊക്കെ കിടക്കണുണ്ടല്ലേ മുട്ടത്തോടുകൾ കാര്യങ്ങളൊക്കെ കിടക്കണുണ്ടല്ലേ. ഞാൻ കിട്ടുന്ന മുട്ടത്തോടൊക്കെ അതിൽ കൊണ്ടുപോയിടും. ഇതൊക്കെ ഞാൻ ചെറുതായിട്ട് വെച്ചേക്കണ ചെടികളായിരുന്നു. പക്ഷെ ഇപ്പൊ നന്നായിട്ട് ഇതൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നല്ല അസലായിട്ട് വളർന്നുണ്ട്. ഈ ചെടി നല്ല രസമുണ്ടല്ലേ. ഇതൊരു പ്രത്യേകതയുള്ള ചെടിയാട്ടോ. ഇത് റയർ ചെടിയാണ്. ഈ ചെടികളെ പറ്റി ഞാനൊരു വ്ലോഗ് ചെയ്യുന്നു. എനിക്ക് ആ ചെടിയുടെ ഇലയിൽക്കൂടെ അടുത്ത ചെടി തന്നെ കണ്ടോ, എല്ലാ ആ വളഞ്ഞിരിക്കുന്ന എല്ലാ ഭാഗത്തു കൂടെ ചെടി വരും. ഇതാണ് ഇങ്ങനെയാണ് അതിന്റെ ചെടി വളർത്തുന്നത് നമ്മള്. ഇത് നമ്മള് ഒരു വ്ലോഗിൽ ചെയ്യാൻ ഞാനത് അതെന്താന്നുള്ളതൊക്കെ അതിന്റെ വെറൈറ്റി ഒക്കെ. അത് തന്നെ ഇത് തോന്നുന്നു. അത് തന്നെ ഇത് ഒരു ചെറിയ കമ്പ് കിട്ടിയാ ഇതിപ്പോ ഇത്ര 2 ചട്ടിയിൽ വയ്ക്കാറായി. ഇത് നമ്മള് തലയിൽ ഇടുന്ന മരുന്നിന് വേണ്ടിയിട്ടുള്ള ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മള് കറ്റാർവാഴ ചെയ്തില്ലേ, അതിപ്പോ എന്തോരം വളർന്നെന്ന് നോക്കിയേ. കണ്ടോ, മുട്ടത്തോടെ ഇട്ട് കൊടുത്താണ്. ഫുള്ള് മുട്ടത്തോടും ഈ സോന ഇട്ട് കൊടുത്താണ്. അതാ പറഞ്ഞത്, ഫുള്ള് വളർന്നത്. നോക്ക്, 1 മാസമല്ലേ ആയുള്ളൂ. ഇപ്പോഴത്തേക്ക് നന്നായിട്ട് അത് ഞാൻ കാണിച്ചു തരാം. ഈ കറ്റാർവാഴയ്ക്കൊന്നും എപ്പോഴും ഇടേണ്ട കാര്യമില്ല കേട്ടോ. കറ്റാർവാഴയ്ക്ക് 2 ആഴ്ച കൂടുമ്പോഴോ ഒക്കെ ഇട്ട് കൊടുത്താൽ ഇത് ഇങ്ങനെ ഒന്ന് തോണ്ടിയിട്ട് അങ്ങോട്ടൊന്ന് ഒഴിച്ചു കൊടുത്താ മൂടി ഇട്ടാ മതി. സെറ്റപ്പായി. ഇതിനകത്ത് മുട്ട എല്ലാത്തിനും ഇതിൽ പഴത്തൊലി ഉണ്ട്. പഴത്തൊലി ഇതില് ഞാനങ്ങ് വെറുതെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പാവങ്ങളല്ലേ.
ഇത് കണ്ടോ, ഇത് നിങ്ങളുടെ നമ്മുടെ സംഭവം കണ്ടോ, ഇത് ഭയങ്കര ഒരു ചട്ടിയത്. എന്താ സംഭവം എന്നറിയാം, നമ്മള് ചെയ്ത് വെച്ചേക്കണം, ഞാൻ കാണിച്ചു തരാം. ശരി, അതൊന്ന് പൊക്കിക്കടി. ഇവിടെ നിന്ന് പൊക്കിയില്ലെങ്കിലേ അത് പൊട്ടിപ്പോവും. കാണിച്ചു തരാവേ. കണ്ട പോട്ടിയത്, കൊച്ചിനെ വരുത്തിക്കൊണ്ടിരുന്ന പോട്ടിയത്. കൊച്ചിനെ ഉപയോഗിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞല്ലേ. എന്റെ ആങ്ങളുടെ മോളുടെ ആ പോട്ടിയാണത്. അതിന്റെ ഉള്ളില് മുട്ടത്തോട് എന്ത് കിട്ടിയാലും അവൾ അതിനകത്ത് ചെടി വളർത്തിക്കോളും, ഒരു രക്ഷയില്ല. എല്ലാത്തിലും ഉണ്ട്. ഓക്കെ, ഇതിലും ഒഴിച്ചു കൊടുത്താലോ? ആ യെസ്. ഓക്കെ, അപ്പൊ അതാണ് ചെടികളിൽ എങ്ങനെ ഒഴിക്കണം എന്നുള്ളത്. നമുക്കൊരു കാഴ്ച കാണിച്ചു തരാവേ. ഇതിൻ്റെ അടിയിൽ കിടന്നുകൊണ്ട് പേരയ്ക്ക് തിന്നുകൊണ്ട് കിടക്ക ഒരുത്തി. ഡേ സുഖാണോ? പയറൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ടല്ലേ. അതെ, പയറ് ഇഷ്ടം പോലെ പയറുണ്ടാവുന്നുണ്ട്. ആ സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട്. അതെ, അപ്പുറത്തെ സൈഡില്. ഞാനിത് പയറിൽ എങ്ങനെ ഇടണേന്നുള്ളത്, പയറിന്റെ ചോട്ടിലേ ഇടണ്ടേന്നുള്ളത് ഞാൻ കുറെ ഇട്ട് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഓൾറെഡി ഉണ്ട്. ഞാൻ ഒരു ചെറിയ ഇങ്ങനെ ഒന്ന് തോണ്ടി കൊടുക്കും, എല്ലാ സൈഡിലും മണ്ണൊന്ന് ഇളക്കി കൊടുക്കും. എന്നിട്ട് ജസ്റ്റ് ഇത് 2 ദിവസം ഇട്ട് വെച്ചായിരുന്നു. 2 ദിവസം ഇട്ട് വെച്ചിരുന്നില്ലേ, അതേ ഉള്ളൂ. അത് ഞാൻ ജസ്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കുള്ളൂ. പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഈസി അത്. കണ്ടില്ലേ, ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ടേ ഉള്ളൂ അല്ലേ. അപ്പൊ എന്റെ വളപ്രയോഗം നിങ്ങൾ കണ്ടില്ലേ, ഇത് 100% നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നത് സത്യസന്ധമായിട്ടാണ് ഇവിടെ പറയണത്. അപ്പൊ ഇത് നിങ്ങൾ അതിന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊരു ഫോട്ടോ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ പയറ് കൊച്ചു പിടിച്ചോണ്ട് നിൽക്കണത് നമ്മുടെ ഇവിടെ ഉണ്ടായ പയർ. പിന്നെ റോസ ചെടിയിലെ റോസ ഉണ്ടായപ്പോ ഉള്ള ഫോട്ടോയൊക്കെ കാണിച്ചു തരാം. അതൊക്കെ ഇപ്പൊ ഇല്ല, അതുകൊണ്ട് കാണിക്കാൻ പറ്റാത്തതാണ്. പക്ഷെ പയറൊക്കെ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്, എല്ലാം നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. പൂക്കാത്ത ചെടികൾ പൂക്കും എന്നുള്ളത് 100% ഉറപ്പ്. ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഞാൻ ചെയ്തേക്കണില്ലേ, ഇത് 2-3 ചെടികൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഒഴിക്കാം. എൻ്റെ എപ്പോഴും ഞാൻ ചെയ്യണോണ്ട് അങ്ങനെ ഒഴിക്കാത്തതാ. അപ്പൊ അത് നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമായിരിക്കും. വളരെ ഈസി അല്ലേ. പിന്നെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഇത് എന്തായാലും ഈസി ആയിരിക്കും, കാരണം അധികം വേസ്റ്റ് ഒന്നും ഇല്ലാണ്ട് ചെയ്യാനൊക്കെ ആയിട്ട് എളുപ്പമായിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാര്യങ്ങൾ എല്ലാം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്ക് എഴുതുക, കമന്റ് ആയിട്ട് എഴുതുക. പിന്നെ നമ്മുടെ ഇത് ഷെയർ ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇത് ഉപയോഗപ്രദമായിട്ട് തോന്നുവാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. നമ്മുടെ മറ്റുള്ള വീഡിയോസും കൂടെ ഒന്ന് കണ്ടു നോക്കിയിട്ട് അതിന്റെ അഭിപ്രായം കൂടെ പറയുക. എല്ലാവരും കുറെ സമയമൊക്കെ ഒന്ന് കണ്ടു നോക്ക്. ഓക്കെ, അപ്പോ അടുത്തൊരു ഐറ്റവുമായിട്ട് നമ്മൾ അടുത്ത ആഴ്ച വരുന്നത് വരെ ബൈ ഫ്രം ട്രാവൽ ആൻഡ് ഫുഡ് സ്റ്റോറി.